IPL-ൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ നിർണായക മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് തോൽപ്പിച്ചു. 206 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 175 റൺസാണ് നേടാനായത്. IPL ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഉണ്ണി, ഗുഡ് ഈവനിംഗ്. കൊൽക്കത്ത ഇങ്ങനെ രാജസ്ഥാൻ ഔട്ടാകണേ, രാജസ്ഥാൻ തോൽക്കണേ എന്ന് പ്രാർത്ഥനയിലായിരുന്നു. എന്തായാലും അത് സംഭവിച്ചില്ല. കൊൽക്കത്ത പുറത്തും രാജസ്ഥാൻ ഇപ്പോൾ ജയിക്കുകയും ചെയ്തിരിക്കുന്നല്ലോ. കൃഷ്ണ അമൃത, തീർച്ചയായും രാജസ്ഥാൻ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയും അതേസമയം മുംബൈ ആരാധകരെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും രാജസ്ഥാൻ നിർണായക മത്സരത്തിൽ മുംബൈയെ തകർത്തുകൊണ്ട് IPL പ്ലേ ഓഫിൽ കടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാന് നിശ്ചിത ഓവറിൽ 205 റൺസാണ് എടുത്തത്. ധ്രുവ് ജുറലിന്റെ അതോടൊപ്പം തന്നെ ജോഫ്രെ ആർച്ചറിന്റെയും ബാറ്റിംഗ് മികവിലാണ് രാജസ്ഥാൻ മികച്ച സ്കോർ ഉയർത്തിയത്. മറുപടി ബാറ്റിംഗിൽ മുംബൈക്കായി നായകൻ ഹാർദിക് പാണ്ഡ്യ അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും മുംബൈനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ അവസാന ഓവറുകളിൽ മുംബൈക്ക് റൺസ് ഉയർത്താൻ കഴിയാത്തതും തിരിച്ചടിയായി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും 30 റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് തോൽവി വഴങ്ങിയിരിക്കുന്നതാണ് പ്രധാനമായും പറയേണ്ടത്. ഇതോടുകൂടി തന്നെ മുംബൈയുടെ തോൽവിയോട് കൂടി തന്നെ പ്ലേ ഓഫ് ലൈനപ്പായി എന്നതും കൂടി IPL സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. IPL ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും എന്നതാണ് പറയേണ്ടത്. 26-ാം തീയതിയാണ് ഒന്നാം ക്വാളിഫയർ നടക്കുന്നത്. അതോടൊപ്പം തന്നെ എലിമിനേറ്ററിൽ ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. 27-ാം തീയതിയാണ് എലിമിനേറ്റർ നടക്കുക. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചതോടുകൂടി തന്നെ പഞ്ചാബും അതോടൊപ്പം തന്നെ കൊൽക്കത്ത, ഡൽഹി എന്നീ ടീമുകൾ പുറത്താവുകയും ചെയ്തു എന്നതാണ് പ്രധാനമായും പറയേണ്ടത്. എന്തായാലും രാജസ്ഥാൻ റോയൽസ് രാജാവായി തന്നെ പ്ലേ ഓഫിൽ കടന്നിരിക്കുന്നതാണ് IPL ഏറ്റവും പ്രധാനമായും വന്നിരിക്കുന്ന വാർത്ത. ഉണ്ണിയാണ്, KC ഉണ്ണികൃഷ്ണനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ റോയലായി രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.